ഹലോ എവരിവൺ. ഞാനേ ഈ ലൈറ്റിംഗ് കണ്ടോ? ഇത് ഹുസൈൻ സാഗർ ടാങ്ക് ബണ്ടിൻ്റെ അവിടുത്തെ ലൈറ്റിംഗ് ആണ്. ഞാൻ ഇന്നലെ വൈകിട്ട്, അതായത് ഇന്നലെ 9-ാം ദിവസമല്ലായിരുന്നു നവരാത്രിയുടെ, ഇന്നലെ ബെതക്കമ്മ സെലിബ്രേഷൻസ് ആയിരുന്നേ. അന്നേരം ഇന്നലെ എടുത്ത വീഡിയോ ആണ്. അന്നേരം ഈ ഹുസൈൻ സാഗർ ഒരു ലേക്കാണ്, അറിയാമായിരിക്കുമല്ലോ ടാങ്ക് ബണ്ടിനെ കുറിച്ച്. അതിൻ്റെ ചുറ്റും, ഹുസൈൻ സാഗറിൻ്റെ ചുറ്റും, നെക്ലേസ് റോഡ്, ടാങ്ക് ബണ്ട്, ഇതെല്ലാം ചുറ്റും ലൈറ്റിംഗ് ചെയ്തിട്ടുണ്ട്. ഈ ഹുസൈൻ സാഗറിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് മൊത്തം ചുറ്റളവ് വരുമ്പം ഒരു 10.9 കിലോമീറ്റേഴ്സ് ഉണ്ട്. അത് മൊത്തം ലൈറ്റിംഗ് ഉണ്ട്. പിന്നെ ഹുസൈൻ സാഗറിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അതൊരു ലേക്ക്, അതിൻ്റെ നടുക്കൊരു ബുദ്ധ സ്റ്റാച്യു ഉണ്ട്. ആ സ്റ്റാച്യുവിൻ്റെ വെയിറ്റ് വരുമ്പം 350 ടണ്ണാണ്. പിന്നെ ആ സ്റ്റാച്യുവിനെ കുറിച്ച് ഞാനൊരു വീഡിയോ പിന്നിട്ട് തരാമേ, മൊത്തം വിവരമായിട്ട്. പിന്നെ ഇപ്പം ഈ ഇടയ്ക്ക് കണ്ടായിരുന്നു, ബുദ്ധ സ്റ്റാച്യുവിൻ്റെ അടുത്തായിട്ട് ഒരു ബതുക്കമ്മ ബോട്ടുണ്ട്. അതായത് ഒരു ചെറിയ ബോട്ട്, അതിൽ പേപ്പറും കൊണ്ട് ബതുക്കമ്മ ഉണ്ടാക്കിയിട്ട് ലൈറ്റിംഗ് ഒക്കെ വെച്ചിട്ട് ചെയ്തേക്കുന്നതാണ്, ഷോയ്ക്ക് വേണ്ടിയിട്ട്, ഇന്നത്തേന് മാത്രമായിട്ട്. പിന്നെ ദാണ്ടിപ്പോൾ ഈ വരുന്നതാണ് കേട്ടോ, അതാണ് ബതുക്കമ്മ ബോട്ട്. ഇത് രണ്ടും അത് തന്നെയാണ്. പിന്നെ അതായത് ബുദ്ധ സ്റ്റാച്ചു. ഇതിപ്പം എല്ലാവരും കളിക്കാനായിട്ട് ഈ ടാങ്ക് ബണ്ടിലൊക്കെ ആയിട്ട് ഒത്തിരി അടുത്ത് കളിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ ഇതൊരു ചെറിയ പാർക്ക്. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് മുഷീറാബാദിനടുത്തായിട്ടും ഒരു ചെറിയ പാർക്കിൽ കളിക്കാനുള്ള ഇടവും, അവിടെ വെള്ളമില്ലാത്തതുകൊണ്ട് അവർ ഒരു ടാങ്ക് പോലെ ആക്കിയിട്ട് അതിനകത്തിൽ വെള്ളം ഒഴിച്ചിട്ട് കളയാനുള്ളതുണ്ട്. ഇത് ടാങ്ക് ബണ്ടിലേതാണ് കേട്ടോ. ഇങ്ങനെ സത്യത്തിൽ ഇങ്ങനെ ഇപ്പോൾ ഫ്ലവേഴ്സ് എല്ലാം കൊണ്ട് ഇനി വെള്ളത്തിൽ കളയുന്നത് എന്താണെന്ന് വെച്ചാൽ, പഴയ കാലങ്ങളിൽ നമുക്ക് ഈ മഴയൊക്കെ പെയ്തിട്ട് മൊത്തം ചള്ളവെള്ളമൊക്കെ ആയിരിക്കുമല്ലോ നദികളിലൊക്കെ. അന്നേരം ഈ നദിയിലെ വെള്ളം ശുദ്ധീകരിക്കാനായിട്ട് ഈ പൂക്കളൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരുക്കി, ആ പൂക്കൾ 9 ദിവസം കൊണ്ടുവന്ന് ഇങ്ങനെ വെള്ളത്തിൽ കളയുമ്പോൾ ആ പൂക്കൾ ആ വെള്ളത്തിനെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. ഇത് ഞങ്ങൾ ഇവിടുത്തെ സെക്രട്ടേറിയറ്റ്, ഇതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. പിന്നെ ഇത് എല്ലാവരും കളിക്കുകയാണ് ഇവിടെ ടാങ്ക് ബണ്ടുമായിട്ട്. നല്ല രസമായിട്ട് ഇവരുടെ കളിയൊക്കെ കാണാനായിട്ട്. നമ്മുടെ തിരുവാതിര പോലെയൊക്കെ തോന്നും, പക്ഷേ നല്ല ഫാസ്റ്റായിട്ടാണ് ഇവർ കളിക്കുന്നത്. പാട്ടും വേറെയാണ് ഇതിന് പ്രത്യേകിച്ച്. ഇത് ഇവിടുത്തെ ട്രഡീഷണലാണല്ലോ, ഇവിടുത്തെ മെയിൻ വിശേഷമാണിത്. നമ്മുടെ ഓണം പോലത്തെ. നമുക്കിപ്പോൾ ഇവിടെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ തന്നെ ഇപ്പോഴാണ് അവധി. ഞങ്ങൾക്കിവിടെ ഈ പ്രാവശ്യം 15 ദിവസത്തെ അവധിയുണ്ട്. മിനിമം 10 ദിവസത്തെ അവധി വരും. ഇതിൽ 15 ദിവസം വന്നു. 15 ദിവസത്തെ അവധിയുണ്ട് കുട്ടികൾക്ക്. എക്സാമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പം. ഈ പ്രാവശ്യം മാത്രം എക്സാം കഴിഞ്ഞില്ല, ഈ അവധി കഴിഞ്ഞിട്ടാണ് പരീക്ഷ ഉള്ളത്. എക്സാം എല്ലാവരുടെയും സന്തോഷമായിട്ട് ആഘോഷിക്കുന്ന ഒരു ഇതാണ് ഈ ദസറ.